നീ എൻ്റെ ദേഹത്തേക്ക് കത്തി വെച്ചു, അപ്പോഴും ഞാനെല്ലാം ക്ഷമിച്ചു. അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ ഒരക്ഷരം പ്രതികരിച്ചില്ല. മനസ്സിലായോ? ഒരക്ഷരം ഞാൻ പ്രതികരിച്ചില്ല. നീ എൻ്റെ കാല് പിടിച്ച് വലിച്ചു, ഞാൻ ക്ഷമിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം നീ എൻ്റെ ബെഡ് സ്പേസിൽ കയറി എന്നെ കിടക്കാൻ അനുവദിച്ചില്ല, അതും ഞാൻ ക്ഷമിച്ചു. നീ കാശുണ്ട് എന്ന് കരുതി നീ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത് ആര്യൻ. നമ്മുടെ രാവിലെ ആര്യനോട് നമ്മുടെ അനീഷ് പറഞ്ഞ ഡയലോഗ്സ് ആണ്. അപ്പോൾ ഉടനെ ആര്യൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ പുള്ളി എന്താ ഉദ്ദേശിച്ചെന്ന്? അതായത് ഓഡിയൻസിന്റെ അടുത്ത് പുള്ളി പറയുന്നത്, പുള്ളി ഒരു കോമണറാണ്, കാശൊന്നും ഇല്ലാത്ത ആളാണ്, എൻ്റെ കയ്യിൽ പക്ഷേ ഒരുപാട് കാശുണ്ട്, മനസ്സിലായില്ലേ? അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ അനീഷിന് മനസ്സിലായി സംഗതി പാളിപ്പോയെന്ന്. ഉടനെ അനീഷ് എണീറ്റിട്ട്, എനിക്കും അത്യാവശ്യം കാശൊക്കെ ഉണ്ട്, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ കാശൊക്കെ എനിക്കും ഉണ്ട് എന്ന് അനീഷ് എണീറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അനീഷിൻ്റെ ഒരു പ്രൊവോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്ന് അവിടെ ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് നടന്നൊരു സംഭവമാണ്. ആര്യനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് എന്നിട്ട് അനീഷ് എണീറ്റിട്ട് ലിവിങ് ഏരിയയിൽ തേരാപ്പാരാൻ നടക്കുകയാണ്. എവിടെയാണോ താൻ നിൽക്കുന്നത് അവിടെ തൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കണം, ക്യാമറ തനിക്ക് നേരെ ഫോക്കസ് ചെയ്യണം, താനായിരിക്കണം അവിടുത്തെ സ്റ്റാർ. അതാണ് അനീഷിൻ്റെ ഒരു രീതി. അനീഷ് എല്ലാ സ്പേസും തൻ്റെ ഒരു ഏരിയ ആയിട്ട് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.